അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ചെറിയ ഒരു ചരിത്രം പറയാം. ഒരിക്കൽ ഒരു സ്ത്രീ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിന്മ മാത്രം ചെയ്തുകൊണ്ടായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. ഒരു നന്മ പോലും അവൾ ചെയ്തിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്ത്രീ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവൾക്ക് ദാഹം പിടിപെട്ടു. കഠിനമായ ദാഹം. ഇനി വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. അങ്ങനെ അവൾ വെള്ളവും അന്വേഷിച്ച് നടക്കുകയാണ്. ഒടുവിൽ അവൾക്ക് ഒരു കിണർ കാണാനിടയായി. ആ കിണറിൽ ഇറങ്ങുകയും ദാഹം തീരുവോളം വെള്ളം കുടിക്കുകയും ചെയ്തു. അതിനുശേഷം അവൾ കിണറിൽ നിന്നും കയറി യാത്ര തുടരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സമയത്ത് ആ കിണറിന്റെ തൊട്ടടുത്ത് ഒരു നായ ദാഹം സഹിക്കവയ്യാതെ മണല് വാരി തിന്നുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അവൾ ചിന്തിച്ചു, ഞാൻ തൊട്ടു മുന്നേ ഏതൊരവസ്ഥയിലൂടെയാണോ കടന്നുപോയത് ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ നായയും കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ അവളുടെ മനസ്സലിവ് കൊണ്ട് ആ കിണറിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി അവളുടെ ഷൂവിൽ, അവൾ ധരിച്ചിരുന്ന കാലിൽ അണിഞ്ഞിരുന്ന ഷൂവിൽ കുറച്ച് വെള്ളം ശേഖരിച്ച് ആ നായക്ക് കൊടുത്തു. ആ നായ ദാഹം തീരുവോളം ആ വെള്ളം കുടിക്കുകയും അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. ഈ ഒരൊറ്റ നന്മ കാരണം അള്ളാഹു അവളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഒരുപാട് നന്മ ചെയ്തത് കൊണ്ട് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നില്ല. ഒരുപാട് തിന്മ ചെയ്തത് കാരണത്താൽ അവർ നരകത്തിൽ പ്രവേശിക്കണമെന്നുമില്ല. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതും നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതും അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ്, ചെയ്യുന്ന നന്മയിലെ ആത്മാർത്ഥത കൊണ്ടാണ്. നാം ചെയ്യുന്ന എല്ലാ നന്മയിലും അള്ളാഹു നമുക്ക് ആത്മാർത്ഥത പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.